കേരള റിസോർട്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. CPM കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. കേരള റിസോർട്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. കായംകുളം BRC ഹാളിൽ നടന്ന സമ്മേളനം CPM കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് നേട്ടങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ദീർഘമായി സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇവരെ സംരക്ഷിക്കാൻ കഴിയണം. വലിയ സേവനം ചെയ്യുന്ന ആളുകളാണ്. ഇങ്ങനെ ഒരു സംവിധാനം തന്നെ ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇപ്പൊ ഈ സംവിധാനം യഥാർത്ഥത്തിൽ ഉത്പാദനകരമല്ലെന്നാണ് UDFന്റെ വാദം. സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് ഉത്പാദനകരമല്ല, എന്തിനെതിരെ എന്നാണ് ചോദിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയെ കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്നത് ഉത്പാദനകരമല്ല, കൃഷി തന്നെയാണ്. സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നൊന്നും വേണ്ടെന്നാണ് അത് പറയുന്നത്. പൊതുമേഖലയിൽ സമൂഹത്തിൽ ഒന്നും വേണ്ടെന്നാണ്. നമുക്ക് ഏതായാലും ഈ ഭിന്നശേഷി കുട്ടികൾക്ക് സേവനങ്ങൾ ഇത്ര സേവനങ്ങളാണ്. ഞാൻ നിങ്ങളോട് അതൊന്നും പറയേണ്ടതല്ലോ. പിന്നെ എന്തായാലും മോശമാറുള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മൾ എപ്പോഴും ഞാനത് മോശമായ കാലം പറയല്ലേ. നാമമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിക്കല്ലേ ഓരോ ദിവസവും. ഇവിടെ കുട്ടികൾ എത്ര മെഡിക്കൽ ഇവിടെ ഗോൾഡ് കെട്ടി ഇവിടെ വന്നില്ലെങ്കിൽ എന്തായാലും അത് എനിക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പല ആളുകളും നമ്മളൊക്കെ തന്നെ വ്യക്തിപരമായി അതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്നതിന് ചെയ്തൊരു ത്യാഗം, ഒരു സേവനം, ഒരു മനുഷ്യരാക്കി മാറ്റല്ലേ. ഞാൻ ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് എവിടെയായി സംവിധാനം? മറ്റേ കുഞ്ഞുങ്ങൾ അത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. പിന്നെ ഈ അച്ഛനും അമ്മയും മരണപ്പെടുന്നത് തുല്യമാണ്. കുഞ്ഞ് പോകട്ടെ എന്നാണ്. എങ്ങനെയെങ്കിലും അവരുടെ കാര്യമാണ്. അങ്ങനെയെങ്കിലും എന്റെ ജീവിതകാലം എങ്ങനെയെങ്കിലും നോക്കണം. അപ്പൊ അതല്ലല്ലോ, അവരെ ആനന്ദത്തിലാക്കുന്നതാണ്. അവരുടെ സ്നേഹം, അവരുടെ ഒരു ആഹ്ലാദവും ഇതും ഓർക്കൊണ്ട് അച്ഛനും അമ്മയും എല്ലാം ആ കൂട്ടത്തിലേക്ക് വരുന്നു. അവരെ സ്വയം പര്യാപ്തതയിലേക്ക് മാറ്റുന്നു. അത്തരം കാര്യങ്ങൾ ആകർഷിക്കുന്ന ഈ നിങ്ങളെപ്പോലുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടിയിരിക്കുകയാണ്. റിസോഴ്സ് ടീച്ചേഴ്സിന്റെ വിവിധ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും ജോലി സ്ഥിരത ഉറപ്പുവരുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. രാജി M അധ്യക്ഷത വഹിച്ചു. വി ഷീബ സ്വാഗതം പറഞ്ഞു. ജാസ്മിൻ T രക്തസാക്ഷി പ്രമേയവും S സൈമ അനുശോചന പ്രമേയവും PA അനിമോൾ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. KRTA ജില്ലാ വൈസ് പ്രസിഡന്റ് ഹേമപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. KSTA ഭാരവാഹികളായ D കിരൺ, B അനിൽ ബോസ്, ബിജുകുമാർ കായംകുളം, BPC ബിന്ദുമോൾ V എന്നിവർ സംസാരിച്ചു. L സുധർമ്മ കൃതജ്ഞത പറഞ്ഞു. പുതിയ ഭാരവാഹികളായി അഞ്ജലി കൃഷ്ണയെ കൺവീനറായും രമ്യ മുരളീധരനെ ജോയിന്റ് കൺവീനറായും തെരഞ്ഞെടുത്തു. CDNet ന്യൂസ് കായംകുളം.